എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് ഈ ഒരു +2 ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ മാത്സ് എന്നിവയുടെ മാർക്കുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നതിനായിട്ട് പ്രവേശന പരീക്ഷാ കമ്മീഷണർ സമയം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയം നിലവിൽ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂലൈ 3-ാം തീയതി വരെ ഓൺലൈനായിട്ട് ഈ ഒരു മാർക്ക് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും ആക്സസ് കോഡ് നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് ഈ ഒരു മാർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ലിങ്കുമായി നിങ്ങൾക്ക് നിങ്ങളുടെ +2 ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ മാത്സ് എന്നിവയുടെ മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓൾറെഡി നിങ്ങളുടെ ഡാറ്റാസ് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഈ വർഷം +2 പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങളുടെ മാർക്ക് ഡീറ്റെയിൽസ് അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റാണോ എന്നുള്ളത് നോക്കി വെരിഫൈ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ മാർക്ക് അതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് നൽകുകയും അതിനുശേഷം അത് സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ +2 മാർക്ക് ലിസ്റ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. +2 മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസ് പരിഗണിക്കുന്നതായിരിക്കില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓൾറെഡി നിങ്ങളുടെ മാർക്ക് അതിൽ ഇല്ല എന്നാണെങ്കിൽ, അതായത് CBSE ഒക്കെ ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെ മാർക്ക് അതിൽ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങളുടെ മാർക്ക് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് നൽകുകയും അതിനുശേഷം വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആ ഒരു +2 മാർക്ക് ലിസ്റ്റ് നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. PDF രൂപത്തിൽ കറക്റ്റായിട്ട് മനസ്സിലാവുന്ന രൂപത്തിലായിരിക്കണം വിദ്യാർത്ഥികൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ ആ ഒരു കോപ്പി അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ PDF ആക്കിയ ശേഷം നിങ്ങൾ കറക്റ്റായിട്ട് അത് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് കറക്റ്റായിട്ട് ഈ ഒരു +2 മാർക്ക് തന്നെയല്ലേ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ആ ഒരു PDF മാറിപ്പോവരുത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.